ലൈംഗിക പീഡന പരാതിയിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു. തിരുവനന്തപുരം വലിയമല സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. ബലാത്സംഗം, നിർബന്ധിത ഗർഭഛിദ്രം, വീട്ടിൽ അതിക്രമിച്ച് കയറൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. രാഹുലിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. ഫൈസൽ അസീസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഫൈസൽ, കേട്ടറിഞ്ഞതിനേക്കാൾ കൂടുതൽ കുറ്റങ്ങൾ രാഹുൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് FIR സൂചിപ്പിക്കുന്നത്. പോരാത്തതിന് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ കടക്കുകയാണ്. എന്താണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? പോലീസ് നീക്കം എങ്ങനെയാണ് ഫൈസൽ? കാളിദാസൻ, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒളിവിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്. അതായത് ഈ പീഡന പരാതി വന്നതിന് തൊട്ടു പിന്നാലെയാണ്, അതായത് ഈ കഴിഞ്ഞ 2 ദിവസം മുൻപ് ഒരു ശബ്ദ സന്ദേശവും ഒരു വാട്സപ്പ് ചാറ്റും പുറത്തു വന്നിരുന്നു. അന്ന് അദ്ദേഹത്തെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പിറ്റേ 2 ദിവസവും അദ്ദേഹം പ്രതികരിച്ചു. എന്നാൽ ഈ മുഖ്യമന്ത്രിക്ക് പരാതി കൈമാറിയതിന് പിന്നാലെ അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ്. പാലക്കാട് ഓഫീസിൽ രാവിലെ മുതൽ പൂട്ടിയിട്ട നിലയിലായിരുന്നു. പിന്നീട് അല്പസമയം മുമ്പാണ് പ്രവർത്തകരെത്തി, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രവർത്തകരെത്തി തുറന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിന് ഇപ്പോൾ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയാണ്. പാലക്കാട്ടെ MLA ഓഫീസിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അടൂരിലെ വീട്ടിലും, പത്തനംതിട്ട അടൂരിലെ വീട്ടിലും പോലീസ് ഇപ്പോൾ വലിയ രീതിയിലൊരു സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ബാരിക്കേഡ് ഉപയോഗിച്ചൊക്കെ, ഗേറ്റിൽ ബാരിക്കേഡ് ഉപയോഗിച്ചൊക്കെയുള്ള ഒരു സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാടേക്കോ പത്തനംതിട്ടയിലും ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും, രാഹുൽ മാങ്കൂട്ടത്തിൽ പോകാൻ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും പോലീസ് ഇപ്പോൾ അരിച്ചു പറക്കുന്ന ഒരു രീതിയിലാണ് സെർച്ച് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പരിശോധന നടക്കുന്നത്. മാത്രമല്ല അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് വിദേശത്തേക്ക് കടന്നേക്കുമെന്നുള്ള സൂചന കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാൻ നിൽക്കുന്നത്. ഉച്ചയോടുകൂടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുമെന്ന് തന്നെയാണ് പോലീസ് എന്നാണ് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൽ ഇപ്പോഴും തർക്കം തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രാജ്മോഹൻ ഉണ്ണിത്താൻ അല്ലെങ്കിൽ അടൂർ പ്രകാശ് MP, ഈ കോൺഗ്രസിൻ്റെ UDF കൺവീനർ അടൂർ പ്രകാശ് MP ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ളൊരു വിമർശനം തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഈ പാർട്ടിക്കെതിരെയാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ വിമർശനം ഉന്നയിച്ചത്. നാറിയവനെ ചുമന്നവൻ നാറും എന്നൊക്കെ രീതിയിലുള്ള വിമർശനമാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്നത്. അടൂർ പ്രകാശ് MP പറഞ്ഞത് അത് തന്നെയാണ്. അതായത് ഈ എന്തുകൊണ്ട് ഇത്രയും വൈകി, ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഗൂഢാലോചനയാണെന്നൊക്കെ രീതിയിലുള്ള പ്രതികരണമാണ് അടൂർ പ്രകാശ് MP പറഞ്ഞിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞു രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അദ്ദേഹത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസാണ് ഇപ്പോൾ പുറത്തിറക്കാൻ ഒരുങ്ങുന്നത്. കാളിദാസ്. ശരി, ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.